ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ലെസ് സ്റ്റോറീസ് 2 എന്ന് പറയുന്ന ബോളിവുഡ് മൂവിയാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ ലെസ്റ്റ് എത്രത്തോളം മുഖ്യമാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു മൂവിയാണിത്. ഇതൊരു ആന്തോളജി മൂവിയാണ്. ഇതിൽ 2 സ്റ്റോറിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? അപ്പൊ നമുക്കിതിലെ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ നായകനാണെങ്കിൽ കാർ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ വീഡിയോ കോളിൽ അവന്റെ കള്ളക്കാമുകിയായിട്ട് നല്ല പഞ്ചാരിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ നായകന്റെ 2 കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്. രണ്ടാമത്തെ വൈഫിനോടൊപ്പമാണ് നായകൻ താമസം. അതും പോരാതെ ഈ കാര്യങ്ങൾ സീക്രട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ. അങ്ങനെ വീഡിയോ കോൾ എല്ലാം ചെയ്ത് നായകൻ അങ്ങനെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് ഒരു കോള്. അർജന്റായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. നായകനാണ് അവന്റെ കമ്പനിയുടെ സിഇഒ. ശരിക്കും നായകന്റെ വൈഫിന്റെ അച്ഛന്റെ കമ്പനിയാണത്. ആളാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തെന്ന് പറയുന്ന സമയത്ത് നായകൻ തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. നായകനോട് ഒരു തീരുമാനം പോലും എടുക്കാതെ അദ്ദേഹം ഇങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ദേഷ്യം നായകൻ അയാളുടെ മകളെ വിളിച്ചാണ് തീർക്കുന്നത്. അതായത് നായകന്റെ വൈഫിനെ വിളിച്ചാണ് തീർക്കുന്നത്. അച്ഛൻ തീരുമാനം എടുത്തതാ, നിനക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് അവളാണെങ്കിൽ ഈ സമയം നായകനോട് തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവൾ കോളും കട്ട് ചെയ്യുവാണ്. ഈ സമയം ഹോൾഡിൽ നിന്ന കള്ളക്കാമുകിയാണെങ്കിൽ നായകന്റെ മുഖം കണ്ടിട്ട് എന്താ പെട്ടെന്ന് നിന്റെ ഫേസ് ഡള്ളായത് ഇങ്ങനെ ചോദിക്കുന്നു. എടി ഞാൻ കുറച്ച് തിരക്കില്ല, തിരിച്ചു വിളിക്കാവേ എന്നും പറഞ്ഞ് ഈ സമയം നായകൻ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ വീഡിയോ കോളിൽ ശ്രദ്ധിച്ച് നായകൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തന്നെ എതിരെ വരുന്നൊരു സൈക്കിളുകാരനെ നായകൻ കാണുന്നില്ല. അങ്ങനെ അയാളുടെ സൈക്കിളിലേക്ക് നായകന്റെ കാർ ഇടിക്കാൻ പോവാണ്. പെട്ടെന്ന് നായകൻ കാർ വെട്ടിച്ചു മാറ്റുന്നു. അപ്പൊ കാർ പോയി അരികിലുള്ള ഒരു മരത്തിൽ ഇടിക്കുവാണ്. ഇടിച്ചിടിയിൽ നായകന്റെ ബോധം പോകുന്നു. അങ്ങനെ ഒരു കുറച്ചു നേരം കഴിഞ്ഞ് നായകന് ബോധം തെളിയുവാണ്. നായകൻ നോക്കുന്ന സമയത്ത് കാർ മുഴുവൻ തകർന്നു പോയി. ഇനി കാർ നന്നാക്കാതെ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. നായകനാണെങ്കിൽ ഇപ്പൊ അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ. സോ ഈ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യുന്നു നായകൻ ആലോചിക്കുന്നു. അങ്ങനെ എതിരെ വന്ന സൈക്കിളുകാരനെ നായകൻ കുറെ വഴക്കൊക്കെ പറയുകയാണ്. അതിനുശേഷം നായകൻ അയാളോട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് സാർ, സൈക്കിളിൽ കയറി ഞാൻ കൊണ്ടേക്കാന്നും പറഞ്ഞ് അയാളാണെങ്കിൽ നായകനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇപ്പൊ വർക്ക്ഷോപ്പിൽ നായകനെ ഇറക്കി വിട്ടിട്ട് അയാൾ പോവാണ്. അങ്ങനെ ഇപ്പൊ നായകൻ ചെന്ന് വർക്ക്ഷോപ്പിലുള്ള ആളോട് കാര്യം പറയുന്നു. എന്നിട്ട് ആളെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുവാണ് വണ്ടി ശരിയാക്കാൻ വേണ്ടി. അതിനുശേഷം നായകൻ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി ഒരു കോഫി എല്ലാം വാങ്ങി അതും കുടിച്ചോണ്ട് ആ റോട്ടിൽ കൂടി അങ്ങനെ നടക്കാൻ തുടങ്ങുന്നു. ഈ സമയമാണ് നായകൻ അവിടെ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി സെന്റർ കാണുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ ചുമ്മാ വന്ന് അവിടേക്ക് കയറുവാണ്. അങ്ങനെ അവിടേക്ക് കയറി എത്തുന്ന നമ്മുടെ നായകൻ അവിടെ ഒരാളെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഷോക്കാവുന്നു. ഇവളെ കണ്ടാണ് നായകൻ ഷോക്കാവുന്നത്. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. ഇവള് മറ്റാരുമല്ല, നായകന്റെ ആദ്യ ഭാര്യയാണ്. ശാന്തി എന്നാണ് നായകന്റെ പേര്. ഇപ്പൊ ഏകദേശം 10 കൊല്ലത്തിന് ശേഷമാണ് ഇവര് തമ്മിൽ കാണുന്നത്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും പരസ്പരം കണ്ട് ആകെ ഷോക്കായി പോകുന്നു. അവിടെ ഡാൻസ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തായിരുന്നു നായിക ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ യാദൃശികമായിട്ട് നായകൻ ഇവിടെ വെച്ച് കണ്ടപ്പോ അവനോടൊന്നും സംസാരിക്കുകയും ചെയ്യാതെ നമ്മുടെ നായികയാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാണ്. ഈ സമയം നമ്മുടെ നായകന് പുറകെ ചെല്ലുന്നു. എന്നിട്ട് ശാന്തി ഒന്ന് നിന്ന് പറയുവാണ്. അങ്ങനെ അവൾ നിൽക്കുന്ന സമയത്ത് നീ എന്നോടൊന്നും മിണ്ടാതെ പോകുന്നേ, നിനക്കെന്നെ ഓർമ്മയില്ലേ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ വീണ്ടും പോകാൻ തുടങ്ങുന്ന സമയത്ത് നായകൻ പെട്ടെന്ന് അവളെ കൈ പിടിക്കുന്നു. ഈ സമയം നായകന്റെ കയ്യിലുണ്ടായിരുന്ന കോഫി അവളുടെ ശരീരത്തേക്ക് വീഴുവാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നായകൻ അയ്യോ സോറി എന്ന് പറഞ്ഞ് അതെല്ലാം തട്ടിക്കളയുന്നു. അങ്ങനെ ഇപ്പൊ അവളെ ടച്ച് ചെയ്ത സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ എന്തോ ഒരു ഫീലിംഗ്സ് തോന്നുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ഒരു പോലീസുകാരൻ വരുവാണ്. അവിടെയുള്ള സ്റ്റേഷനിലെ പോലീസുകാരനാണ് ഇയാൾ. അയാൾക്ക് നായികനെ ഓൾറെഡി പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ വന്നിട്ട് എന്താ ശാന്തി പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നായിക ഇല്ല എന്ന് പറയുവാണ്. അപ്പൊ അയാൾ നായകനോട് താൻ ആരോടോ, തന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പൊ നായകൻ ഇന്ന പോലെ കാർ അപ്പുറത്ത് ആക്സിഡന്റ് ആയി, അത് നന്നാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലെ ആൾക്കാരെ പറഞ്ഞു വിട്ടിരിക്കുവാണ്, അതുകൊണ്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു. ശരി കാർ ശരിയാക്കി പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലീസ് തന്നെ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് നായകൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം നായകനും പുറകെ ചെല്ലുവാണ്. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ട് നായകൻ ചോദിക്കുവാണ് അവളോട്, ശാന്തി എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്, എന്നിട്ട് നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ, അന്ന് പെട്ടെന്നൊരു സമയത്ത് നിന്നെ കാണാതായതാണ്, പിന്നെ നിന്റെ ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു ഇങ്ങനെയൊക്കെ നായകൻ പറയുന്ന സമയത്ത് സംഭവിച്ചതെല്ലാം ഞാൻ പറയാം, അതിനു മുമ്പ് ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്നും പറഞ്ഞ് നായിക അടുക്കളയിലേക്ക് പോകുന്നു. ചായ എടുക്കാനാണോ പോകുന്നത്, എന്നാൽ നീ നിൽക്ക് ഞാൻ എടുക്കാം, നീ പോയി ഫ്രഷ് ആയിട്ട് വാന്നും പറഞ്ഞ് നായകനെ റൂമിലേക്ക് വിടുന്നു. എന്നിട്ട് നായകൻ അടുക്കളയിൽ വന്ന് ചായയൊക്കെ ഉണ്ടാക്കുവാണ്. ഈ സമയം തൊട്ടപ്പുറത്ത് അവളുടെ കുറച്ച് ഡ്രസ്സുകൾ എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് കാണുന്ന നായകൻ അതൊക്കെ എടുത്ത് നോക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നായകനാണെങ്കിൽ അവളുടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയത്ത് അവളാണെങ്കിൽ കുളിക്കുമായിരുന്നു. പണ്ട് നായികയ്ക്കാണെങ്കിൽ ഇത്ര ലുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നായിക നല്ല ലുക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നായകൻ അവളെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ അവളെ ഒന്നും കൂടി സ്വന്തമാക്കിയ കൊള്ളാന്ന് അവൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ കുറച്ചേരം കഴിഞ്ഞ് അവള് കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. ഈ സമയം നായകനാണെങ്കിൽ ചായയെല്ലാം ഉണ്ടാക്കി അവൾക്ക് കൊണ്ടേ കൊടുക്കുവാണ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ ചോദിക്കുന്നു, എന്നിട്ട് നീ പറയാന്ന് പറഞ്ഞ കാര്യം പറ, അന്ന് നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ്. അപ്പൊ അവൾ പറയാൻ തുടങ്ങുന്നു. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നായികയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്. അങ്ങനെ പോയ സമയത്ത് അവളെ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. പിന്നെ നമ്മുടെ നായിക കണ്ണു തുറക്കുന്ന സമയത്ത് അവൾ ഇവിടെയാണ്. അന്ന് പോലും നായിക ഇവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന നായകൻ, എന്നിട്ട് നീ എന്താ ഇവിടെ എത്തിയിട്ട് ഒരൊറ്റ പ്രാവശ്യം പോലും എന്നെ ഒന്ന് കോൾ പോലും ചെയ്യാത്തത്, ഇല്ലടോ ഒരു പക്ഷെ നിന്നെ കോൾ ചെയ്താലോ അല്ലെങ്കിൽ അവിടേക്ക് തിരിച്ചു വന്നാലോ എന്നെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാര് വീണ്ടും എന്നെ ആക്രമിക്കാൻ വരുമോ, എന്നെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകന്റെ കണ്ണ് പറയുന്നുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കുന്ന നമ്മുടെ നായകൻ മറ്റെന്തൊരു കാര്യം കൂടി നിനക്ക് പറയാനുള്ളത് പോലെ ഉണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കുന്നു. എന്നെ അവരന്ന് കിഡ്നാപ്പ് ചെയ്ത സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, എന്നാൽ അന്ന് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ട് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ നഷ്ടമായി. അങ്ങനെ ഈ കാര്യം പറഞ്ഞ് അവളെ കരയുന്ന സമയത്ത് നായകൻ അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവളെ മുഖത്ത് പിടിച്ച് അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ നായകൻ അവളെ കിസ്
ചെയ്യുവാണ്. നായകൻ അവളുടെ മുൻ ഭർത്താവാണല്ലോ. അങ്ങനെ ആ ഒരു ഫീലില് നായികൻ കിസ് ചെയ്യുന്നു. പെട്ടെന്നാണ് ചെയ്യുന്നത് തെറ്റാണെന്ന് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റുന്നു. എന്നിട്ട് അവനോട് നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇത് കേട്ട നായകൻ എന്ത് തെറ്റ്, നമ്മളെ ഭാര്യയും ഭർത്താവ് വരുന്നില്ലേ? അപ്പൊ നായിക അത് പണ്ടല്ലായിരുന്നു, എന്താ അതിനുശേഷം നീ വേറെ കല്യാണം കഴിച്ചില്ലേ? ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് വേറൊരു ഭാര്യ ഉണ്ടെന്ന് പറയുവാണ്. അപ്പൊ നായിക ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നായകൻ അനു ആണെന്ന് പറയുവാണ്. അനു, ശാന്തി, അതുപോലെ നമ്മുടെ നായകൻ, ഇവര് മൂന്നുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന നായകനും നായിക ആദ്യം കല്യാണം കഴിച്ചു. നായിക പോയതിനു ശേഷം പിന്നെ ഗ്യാങ്ങിലുണ്ടായിരുന്ന അനുവിനെ നായകൻ കല്യാണം കഴിച്ചു. ഇപ്പൊ അനുവിന്റെ കൂടെയാണ് നായകന്റെ താമസം. കല്യാണത്തിന് ശേഷം അനുവിന്റെ അച്ഛനാണെങ്കിൽ നായകനെ അവരുടെ കമ്പനിയുടെ CEO ആക്കി. അങ്ങനെ ഇപ്പൊ നായകൻ നല്ല സെറ്റപ്പ് ആയിട്ട് ആ ഒരു രീതിക്ക് ജീവിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നായകൻ പറയുന്നു. അതിനുശേഷം നായകൻ വീണ്ടും നായകന്റെ അടുത്തേക്ക് വന്ന് അവളോട് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോഴും നായിക ഒഴിഞ്ഞു മാറുന്നു. എത്രയൊക്കെ മാറ്റി വിട്ടാലും നീ വീണ്ടും വീണ്ടും ഈ ഒരു മെന്റാലിറ്റി ആയിട്ട് എന്റെ അടുത്തേക്ക് വരുവാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും വേണ്ടാന്ന്. അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കുന്നൊക്കെ നായിക പറയുന്നു. ഈ സമയം നായകൻ പറയുവാണ്, നീ എത്ര പറഞ്ഞാലും എന്റെ മനസ്സിൽ ഇപ്പോഴും നീ എന്റെ ഭാര്യയാണ്. സോ എനിക്ക് ഇനിയും നിന്റെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. നായകൻ ഈ കാര്യം പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നായിക പറയാണ്, അപ്പൊ ഇപ്പൊ നിന്റെ ഭാര്യയായിട്ടുള്ള അനു നീയായിട്ടുള്ള ഒരു ലൈഫ് സ്വപ്നം കണ്ടല്ലേ അവളെ നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് അവളെ നീ ഒരിക്കലും ചീറ്റ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ നായിക പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ നമ്മുടെ നായകൻ വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് റൊമാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തില് നായിക ആ ഒരു ഫീലായി പോവാണ്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും ഫിസിക്കലി അവിടെ വെച്ച് വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കുവാണ്. അങ്ങനെ സംസാരത്തിനിടയിൽ എന്തോ ഒരു കാര്യം നായകൻ പറയുമ്പോൾ നായികയ്ക്ക് വലിയൊരു രഹസ്യം മനസ്സിലാവുന്നു. ശരിക്കും വന്ന് നായകനെ തട്ടിക്കൊണ്ടുപോയി ഇവിടേക്ക് എത്തിച്ചത് നായകന്റെ ആൾക്കാരാണ്. ആ ഒരു സമയത്ത് നായകനെ ഒഴിവാക്കി അനുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അനുവിന്റെ അച്ഛന്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കളെല്ലാം നായകന്റെ കയ്യിലേക്ക് വരുമെന്ന് അവൻ അറിയായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി നായകൻ കളിച്ചതാണത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായിക, അപ്പൊ നീയാണല്ലേ അതിന്റെ എല്ലാത്തിനും പുറകില്, നീ എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത്? ഇങ്ങനെ നായിക ചോദിക്കുന്ന സമയത്ത് നിന്നെ തീർക്കണമെന്നായിരുന്നു അന്ന് ഞാൻ ആഗ്രഹിച്ചത്, എന്നാൽ അന്ന് അതിന് സാധിച്ചില്ല. ആഗ്രഹിച്ച ആ കാര്യം ഇന്ന് ഞാൻ നടപ്പാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ തലവണ്ണി എടുത്ത് അവളെ മുഖത്ത് അമർത്തുന്നു. അങ്ങനെ അവളെ ശ്വാസം മുടിച്ചു കൊല്ലുവാണ്. അവളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി അവളുമായിട്ട് ഒന്നിക്കണമെന്ന് നായകൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷം അവളെ അവൻ കൊന്നത്. അങ്ങനെ അവളെ കൊന്നതിന് ശേഷം നമ്മുടെ നായകനാണെങ്കിൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അവളുടെ വീടിന് വെളിയിൽ ആ പോലീസുകാരൻ വന്നിരിക്കുന്നത് നായകൻ കാണുന്നത്. അയാൾ അങ്ങനെ ഇവനെ കണ്ട നല്ല 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ അയാൾ പുറത്തു വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് നായകനകത്ത് മിണ്ടാതെ നിൽക്കുന്നു. എന്നാൽ ഈ സമയം നായകന്റെ കൈ തട്ടി അവിടെയുള്ള ഒരു പ്ലേറ്റ് താഴേക്ക് വീഴുവാണ്. അങ്ങനെ ഈ സൗണ്ട് കേൾക്കുന്ന പോലീസുകാരന് അകത്താരോ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അയാൾ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. അകത്ത് ശബ്ദവും കേട്ടു. ആരും വന്ന് ഡോറും തുറക്കാതാവുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് എന്തോ പന്തി കെടുത്തു തോന്നുന്നു. അപ്പൊ അയാൾ വീടിന്റെ വാതിലങ്ങനെ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി വന്ന നായകനെ കാണുമ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീടിന്റെ പുറകുവശത്തൂടെ നമ്മുടെ നായകൻ ഇറങ്ങി ഓടി രക്ഷപ്പെടുവാണ്. അങ്ങനെ അവിടുന്ന് നായകൻ നേരെ എത്തുന്നത് അവന്റെ കാർ നേരത്തെ ഇടിച്ച ആ സ്ഥലത്തേക്കാണ്. അവിടെ എത്തുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞ സ്റ്റോറി ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ നായകൻ നേരത്തെ ആ കാർ ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്നത് നായകന്റെ ആത്മാവാണ്. മെയിനായിട്ട് നായകൻ കുറച്ചു മുമ്പ് കണ്ട നമ്മുടെ നായികയായ ശാന്തിയില്ലേ, അവളും ആത്മാവായിരുന്നു. അന്ന് നായകൻ ആൾക്കാരെ വെച്ച് കിഡ്നാപ്പ് ചെയ്തപ്പോ തന്നെ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ട് നായകന്റെ ആത്മാവ് ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ശാന്തിന്റെ ആത്മാവ് അവിടേക്ക് വരുന്നു. എന്നിട്ട് നായകനെ നോക്കി അവൾ ചിരിക്കുവാണ്. ഈ സമയം എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ നായകന്റെ ആത്മാവ് അവളെ നോക്കി നിൽക്കുന്ന ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ട് അങ്ങനെ ആദ്യത്തെ സ്റ്റോറി അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങില് നാട്ടിലെ ഒരു വലിയ പ്രമാണിനെ കാണിക്കുന്നു. അയാളുടെ വീട്ടിലുള്ളത് അയാളുടെ വൈഫും ഒരു മകനുമാണ്. ഈ പ്രമാണിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇയാളൊരു വലിയ ധനികനാണ്. എന്നാൽ ഇയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അയാളുടെ ഭാര്യയായ നായികനെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല അയാൾക്ക് പല പല സ്ത്രീകളുമായിട്ടും മോശപ്പെട്ട ബന്ധങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നായികയ്ക്ക് അറിയായിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ അയാളെ എതിർക്കാനോ അയാളെ ചോദ്യം ചെയ്യാനോ നമ്മുടെ നായികയ്ക്ക് കഴിയില്ല. അതുപോലെ എന്തെങ്കിലും നായിക ചെയ്ത അയാളെ നായികനെ ബാക്കി വെച്ചേക്കില്ല. അങ്ങനെ നമ്മുടെ നായിക ഒരു പേടിയോട് കൂടിയാണ് അവിടെ ജീവിച്ചു വരുന്നത്. അതുപോലെ ആ പ്രമാണിയാണെങ്കിൽ പല പല ആവശ്യങ്ങൾക്കും വേണ്ടി ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമായിരുന്നു. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഏത് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാലും അതുപോലുള്ള പെണ്ണുങ്ങളെല്ലാം അയാൾ സ്വന്തമാക്കും. ഈ കാര്യങ്ങളെല്ലാം അയാളുടെ മകനും അറിയായിരുന്നു. അങ്ങനെ മകനിടയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അമ്മേന്റെ അടുത്ത്, അതായത് നായികന്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന പാവം നമ്മുടെ നായികയ്ക്ക് സങ്കടപ്പെടുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ നായികയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവര് ലൈഫിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന്. അതിനായിട്ട് നായിക ഒരു മാർഗവും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മകനെ ഇംഗ്ലണ്ടിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പറഞ്ഞയച്ച് അവനോടൊപ്പം ഇംഗ്ലണ്ടിൽ പോയി സെറ്റിൽ ആവാന്ന്. ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ലാതെയാണല്ലോ ഭർത്താവിനോടൊപ്പം അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരവരുടെ പ്ലാൻ എല്ലാം അവരുടെ മകനോട് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന അവരുടെ മകനാണെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് പോകാനൊന്നും ഒട്ടും താല്പര്യമില്ല. എന്നാൽ പാവം നമ്മുടെ നായികന്റെ അവസ്ഥ അവൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. രാത്രി ചില ദിവസങ്ങളിൽ അവളുടെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിലേക്ക് വരും. വരുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ നായികനെ അയാൾ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു വേശ്യാലയത്തിലേക്ക് വിളിക്കുന്നു. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നായിക അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇയാൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ നായിക അവിടേക്ക് വിളിച്ച് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ത്രീനോട് കുറെ നേരം സംസാരിക്കുകയാണ്. ഈ സമയത്ത് ആ സ്ത്രീ നായികനോട് പറയുന്നുണ്ട്, അടുത്തിടെ അങ്ങോട്ട് ഒരു ചെറിയ
പെൺകുട്ടി വന്നുവെന്ന്, ഇപ്പൊ അവൾക്ക് എയ്ഡ്സ് ആയെന്ന്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ നായികയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം കാണിക്കുവാണ്. ഇപ്പൊ ആ പ്രമാണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവിടുത്തെ ജോലികളെല്ലാം പുതിയൊരു പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അയാൾ അവളെ കണ്ടപ്പോ തന്നെ ഇവള് കൊള്ളാലോ ഇങ്ങനെ വിചാരിക്കുവാണ്. കൊള്ളാവുന്ന ഏത് പെണ്ണിനെ കണ്ടാലും അയാൾക്ക് സ്വന്തമാക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുന്നു. പുഷ്പ എന്നായിരുന്നു ആ പെണ്ണിന്റെ പേര്. അങ്ങനെ ഇപ്പോൾ അവള് ജോലി ചെയ്യുന്നതെല്ലാം കുറെ നേരം അയാൾ നോക്കി നിൽക്കുന്നു. അതിനുശേഷം നേരെ നായികന്റെ അടുത്തേക്ക് എന്നിട്ട് അയാളെ ചോദിക്കുവാണ്, പുറത്തേത്താ പുതിയൊരു പെണ്ണ് പണിയെടുക്കുന്നത്, ഇതിനു മുമ്പ് അവളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അയാളെ ചോദ്യം കേൾക്കുന്ന സമയത്ത് നായിക പറയുന്നു, ഇവിടെ ഉണ്ടായിരുന്ന പഴയ പണിക്കാരി ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. സോ പകരമായിട്ട് വന്ന പെണ്ണാണ് അതെന്ന്. പഴയ ജോലിക്കാരി നിർത്തിപ്പോയെന്നോ? കാരണം എന്താണെന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് നായിക പറയുവാണ്, ജോലി എടുക്കാൻ വേണ്ടി വന്ന അവളോട് ഇവിടുത്തെ മുതലാളി മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അയാളെ ഒന്ന് കുത്തി പറയുന്ന രീതിയിൽ നായിക ഇത് പറയുന്ന സമയത്ത് അയാൾക്ക് ദേഷ്യം വരുന്നു. അയാൾ നായികനെ ഒരുപാട് വഴക്ക് പറയുന്നു. ശരിക്കും അയാൾ മോശമായിട്ട് പെരുമാറിയിട്ട് അത് ഇഷ്ടമല്ലാതെയാണ് ആ പെണ്ണ് അവിടെ നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം കാണിക്കുന്നു. ഇപ്പൊ ആ പ്രമാണിയാണെങ്കിൽ ചൂടെടുത്തിട്ട് നിലത്തിറങ്ങി കിടക്കുവാണ്. ഈ സമയം അവിടെ അടിച്ചു വരാൻ വേണ്ടി വന്ന ആ പെണ്ണിനെ അയാൾ കാണുന്നു. പെട്ടെന്ന് അയാൾ അവളുടെ കൈ പിടിച്ച് അവളോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. എന്നാൽ കൈ പിടിച്ച് അവൾ പെട്ടെന്ന് നടന്നു പോവുകയാണ്. അത് അവൾ കാഷ്വലായിട്ട് വിട്ടു. അടുത്ത ദിവസം അയാളാണെങ്കിൽ, എടി പെണ്ണ് ഇങ്ങോട്ട് വന്ന്, എന്റെ കാലിന് ഭയങ്കര വേദന, നീ ഒന്ന് തിരുമ്മി തന്നെയെന്ന് പറയുവാണ്. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് അയാളുടെ കാല് തിരുമ്മി കൊടുക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അയാളാണെങ്കിൽ അവളെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുവാണ്. ഇതാ പെണ്ണിന് മനസ്സിലാവുന്നു. എന്നാൽ പെണ്ണാണെങ്കിൽ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ അയാൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഇത് കണ്ടുകൊണ്ട് അയാളുടെ മകൻ അവിടേക്ക് വരുന്നു. അങ്ങനെ ഈ കാര്യം കണ്ടതും മകനാണെങ്കിൽ വീണ്ടും അയാളോട് ഒരുപാട് വെറുപ്പ് തോന്നുന്നു. അങ്ങനെ അവൻ അടുത്ത സീനിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നായകനോട് പറയുന്നു, അതായത് അമ്മേനോട് പറയുന്നു. അമ്മ പറഞ്ഞതന്നെ നല്ലത്, ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട. അമ്മ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്, നമുക്ക് അങ്ങനെ ചെയ്യാന്ന് ഈ സമയം മകൻ പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നായിക ഒരുപാട് സന്തോഷിക്കുവാണ്. ഇത്ര നാളും പോകുന്ന കാര്യം പറയുമ്പോൾ അതിനോട് അടുക്കാതെ നിന്ന ചെക്കനല്ലേ, ഇപ്പൊ അവന്റെ ബുദ്ധി തെളിഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ച് നായിക ഒരുപാട് സമാധാനിക്കുന്നു. ഇനി ഇവർക്ക് ഇവിടുന്ന് ആഗ്രഹിച്ച പോലെ പോകണമെങ്കിൽ അതിന് ഭർത്താവിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി നമ്മുടെ നായിക ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കുവാണ്. അങ്ങനെ അതെന്താണെന്ന് അന്ന് രാത്രി കാണിക്കുന്നു. സംഭവം എന്താണെന്ന് അറിയാവോ? ആ പ്രമാണിന്റെ മുറിയിലേക്ക് നായിക പുതുതായിട്ട് വന്ന പുഷ്പ എന്ന് പറയുന്ന ആ പെണ്ണിനെ അയച്ചിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ പുഷ്പയുമായിട്ട് അയാൾ സെക്സ് ചെയ്യുന്നു. ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുവാണ്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ പുഷ്പ എന്ന് പറയുന്ന പെണ്ണിനെ നായിക പണ്ടുണ്ടായിരുന്ന ആ പ്രോസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രമില്ലേ, അവിടുന്ന് നായിക കൊണ്ടുവന്നതാണ്. അന്ന് നമ്മുടെ നായിക അവിടുത്തെ ആ ലേഡിനെ വിളിക്കുമ്പോൾ പുതുതായിട്ടൊരു പെൺകുട്ടി അവിടേക്ക് വന്നു, അവൾക്ക് എയ്ഡ്സ് വന്നു എന്നൊക്കെ അവിടുത്തെ സ്ത്രീ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ പെണ്ണായിരുന്നു ഈ പുഷ്പ. ഇപ്പൊ ഈ പുഷ്പനെ ഇവിടേക്ക് എത്തിച്ചിട്ട് ഭർത്താവിന് ശരിക്കും പറഞ്ഞൊരു കെണി കൊടുത്തതാണ് നമ്മുടെ നായിക. ഇപ്പൊ അവളുമായിട്ട് ക്ലോസ് ആയതോടെ അയാൾക്ക് എയ്ഡ്സ് വരും, അയാളും തീർന്നു പോകും. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി ആകരിച്ച ഒരു ലൈഫ് നായികയ്ക്കും മകനും ജീവിക്കാം. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ നായിക സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരുന്ന സമയത്താണ് അവൾ മറ്റൊരു കാര്യം കാണുന്നത്. കുടിച്ചിലേക്ക് കേട്ട് അവളുടെ ഭർത്താവ് പുറത്ത് വീണ് കിടക്കുന്നത്. ഇത് കണ്ട നായിക ആകെ ഷോക്കാവുന്നു. അപ്പൊ ഭർത്താവ് ഇവിടെയാണെങ്കിൽ അകത്ത് മുറിയില് പുഷ്പേനോടൊപ്പമുള്ളത് ആരാണെന്ന് നായിക ആലോചിക്കുന്നു. അതായത് മറ്റാരും അല്ലായിരുന്നു, നായികന്റെ മകനായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് സെറ്റിൽ ആവാന്ന് വിചാരിച്ച നമ്മുടെ നായികയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയെന്നും കാണിച്ചുകൊണ്ട് അങ്ങനെ രണ്ടാമത്തെ സ്റ്റോറി എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ രണ്ട് സ്റ്റോറിയും? നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഇനി ഈ രണ്ട് സ്റ്റോറിയിലും നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.